അതെ, നമ്മള് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും, എനിക്കായാലും നിങ്ങൾക്കായാലും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട് അല്ലേ? അതെന്തായിരിക്കും? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെ ഇപ്പൊ നമ്മളെ സമാധാനിപ്പിക്കാനായാലും സന്തോഷിപ്പിക്കാനായാലും നമ്മുടെ കൂടെ നിൽക്കാനായാലും ഇനിയിപ്പോ എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാനാണെങ്കിലും നമ്മുടെ കൂടെ എന്നും ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് നമ്മുടെ ജീവിതാവസാനം വരെ ഉണ്ടാവും, കൂടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അപ്പൊ അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം എന്റെ അനുഭവമാണ് കേട്ടോ. നമുക്ക് എപ്പോഴും അതിപ്പം മാതാപിതാക്കളായാലും കുട്ടികളായാലും, അതായത് മക്കള് ആയാലും ഫ്രണ്ട്സ് ആയാലും ബന്ധുമിത്രാദികളായാലും എന്താ പറയാ, ഇനിയിപ്പം നാട്ടുകാരായാലും ആരായാലും മനുഷ്യരാരായാലോ അതിനകത്ത് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പേരൻസ് ഒരു പരിധി വരെ നമ്മുടെ കൂടെ, അവര് നമ്മുടെ അച്ഛനും അമ്മയാണ്, നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ബാക്കി ആരാണെങ്കിലും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം എനിക്കൊരു അസുഖം വന്നു വിചാരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഞാനൊന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ആളുകളില് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും ഞാൻ എടുത്തു പറയുവല്ല, ആരായാലും നമ്മളിനിപ്പോ കൂടപ്പുറപ്പാണെന്ന് പറഞ്ഞാൽ പോലും, അതായത് ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാന്ന് പറഞ്ഞാൽ പോലും, അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അഡ്മിറ്റ് ആയി. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അയ്യോ മോനെ ചക്കരെ പാനെ തേലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഒരു പ്രതീക്ഷ, അയ്യോ എനിക്കതിൽ പറ്റിക്കഴിഞ്ഞാ ഇവരുണ്ടല്ലോ അല്ലെ. രണ്ടാമത്തെ തവണ അഡ്മിറ്റ് ആയി, അപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിലിങ്ങനെ പ്രതീക്ഷകൾ കൂടി കൂടി വരും. അപ്പൊ പിന്നെ നമുക്ക് നീ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇവരുണ്ട്, നീ അന്ന് അവര് വന്നു, നീയൊക്കെ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ സത്യം പറഞ്ഞ അഹങ്കരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഹങ്കാരം ഉണ്ട് നമുക്ക്. അത് നമ്മൾക്ക് ഈ ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം മീൻസ് നമുക്ക് അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടെങ്കിലുള്ള ഒരു അഹങ്കാരം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്നിലധികം പേര് ഉണ്ട്. അപ്പൊ നമുക്കൊരു വിൽ പവർ ആണ്. എന്നെ ഒന്ന് തൊട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു അസുഖം നാളെ വന്നാലും അവരുണ്ടാവും എന്നൊരു പ്രതീക്ഷ, പ്രതീക്ഷ വളർന്നൊരു വിശ്വാസമാകുവേ. അപ്പൊ എന്തു പറയാ, നമ്മൾ പിന്നെ ആ ഒരു വേറെ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഇവരുണ്ടല്ലോ, നാളെ വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിക്കാം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരും അല്ല. ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ പറയും എല്ലാവരുമല്ല. ചിലരൊക്കെ നമ്മുടെ ആരെങ്കിലും ഒക്കെ ആണെങ്കിലോ, നമ്മൾ ആ പ്രതീക്ഷയും വിശ്വാസവും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മള് അഡ്മിറ്റ് ആയി. അപ്പൊ നമ്മള് വിളിക്കുമ്പോ ചിലപ്പോ അവരുണ്ടാവില്ല. ബൈ പറഞ്ഞ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ദിവസം വരും, രണ്ടാം ദിവസം ആവുമ്പോ വരവ് കുറയും, സ്നേഹം കുറയും, കരുതല് കുറയും, എല്ലാം കുറഞ്ഞ് അപ്പൊ പറയും, അതെ ഞാനേ 2 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ, ഇപ്പൊ ലീവ് ഇത്ര എടുത്തല്ലോ, അപ്പൊ ലീവില്ലേ, എന്താ ആവശ്യം വിളിച്ചോളൂ കേട്ടോ, വന്നോളാം, വിളിക്കാതിരിക്കരുതേ, എന്തുണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, അപ്പൊ ഞാനൊന്ന് പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും അല്ലേ. ഇപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാവരും അല്ലാട്ടോ. ആ കാരണം വെച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് അങ്ങനെയല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാവരും അല്ല. അപ്പൊ പറയും ഓക്കെ, വിളിച്ചു കഴിയുമ്പോ അയ്യോ ഞാൻ ലീവിന് കൊടുത്തു കിട്ടിയില്ല, ഇങ്ങനെ എക്സ്ക്യൂസുകൾ അങ്ങോട്ട് പറയും. പയ്യെ മാറുന്നതിനുള്ള തെളിവാണ് കേട്ടോ അത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കരുത്. കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കരുത്. എപ്പോഴാണ് എന്തിന്റെ പേരിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവരെ തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കത്തുമില്ല, അതുള്ള വേറെ പോകുമ്പോഴേ നോക്കത്തുമില്ല. എന്ത് ചെയ്യും? ഉത്തരത്തിലിരുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരുന്നോട്ട് പോവുകയും ചെയ്യും. സത്യല്ലേ? സത്യാണ് മക്കളെ, സത്യാണ് കൂട്ടുകാരെ. അതുകൊണ്ട് എപ്പോഴും നമ്മള്
നമ്മുടെ ലൈഫില് നമുക്ക് നമ്മളേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ആരെയും പ്രതീക്ഷിച്ച് വിശ്വസിച്ച് ജീവിക്കരുത്. എപ്പോ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് പോകാം. അതുകൊണ്ട് അതിനൊരു എന്താ പറയാ, തടയണ അല്ലേ, ഒരു രീതിയിൽ നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വേണം ഇനിയുള്ള കാലം ജീവിക്കാൻ. സത്യല്ലേ? അപ്പം എന്തായാലും ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് അനുഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അനുഭവം ഇല്ലാത്തവർ ഒന്ന് കരുതി സൂക്ഷിക്കുക. ഇപ്പോഴും പറയുന്നു എല്ലാവരുമല്ല, നമ്മളെപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ആരെയും വിശ്വസിച്ച് പ്രതീക്ഷിച്ച് ജീവിതം മുന്നോട്ട് പോവരുത്. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ ശരി.